ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കർക്കിടകത്തിന്റെ ദുർഘടങ്ങൾ താണ്ടിയ മലയാളിക്കിനി പൊന്നിൻ ചിങ്ങത്തിന്റെ പുലരികൾ. ഒപ്പം ഞാറ്റുപാട്ടിന്റെ ഈരടികൾ മുഴങ്ങുന്ന മണ്ണിലും മനസ്സിലും കർഷക ദിനവും. ലോകത്ത് ഏതു കോണിലായാലും മലയാളിക്ക് ഗൃഹാതുര സ്മരണകൾ സമ്മാനിക്കുന്ന ചിങ്ങപ്പിറവ് പ്രതീക്ഷകളുടേത് മാത്രമായി തീരട്ടെ. എല്ലാ പ്രേക്ഷകർക്കും മലയാളത്തിന്റെ ഒരു നല്ല പുതുവർഷം ആശംസിച്ചുകൊണ്ട് പ്രധാന വാർത്തകളിലേക്ക്. പൊന്നിൻ ചിങ്ങം പിറന്നു. ചിങ്ങപ്പിറപ്പിന്റെ പ്രതീക്ഷയിൽ നാടെങ്ങും കർഷക ദിനാചരണ പരിപാടികൾ. കാറിൽ കടത്താൻ ശ്രമിച്ച വൻ സ്ഫോടക വസ്തു ശേഖരവുമായി മുക്കത്ത് 2 പേർ പോലീസ് പിടിയിൽ. ചുമട്ടുതൊഴിലാളികളുടെ പെൻഷനും ക്ഷേമ പദ്ധതികളും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വം മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. മൺമറയുന്ന കാർഷിക സംസ്കാരത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് ചിങ്ങം 1 കർഷക ദിനത്തിൽ മലയാളിയെ ഓർമ്മപ്പെടുത്തുന്നത്. മലയാളിയുടെ പുതുവർഷം ആചരണങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ്. ഒരു റിപ്പോർട്ട്. പൊന്നിൻ ചിങ്ങം പിറന്നു. ലോകത്തെവിടെയുമുള്ള മലയാളി മനസ്സുകളിൽ നിറനിലാവുമായി. കൊയ്ത്തുപാടങ്ങൾ മനസ്സിൽ താലോലിക്കുന്ന കർഷകരുടെ ദിനവും കൂടിയാണിന്ന്. പൊരുവെയിലത്തും പെരുമഴയത്തും പണിയെടുത്ത് നാടിന്റെ നെല്ലറകൾ നിറച്ച കർഷകർക്കുള്ള ആദരവാണ് ഈ ദിനം സൂചിപ്പിക്കുന്നത്. ഞാറ്റുപാട്ടിന്റെ ഈരടികളും ആർപ്പുവിളികളും അലയടിച്ചുകൊണ്ടിരുന്ന കൊയ്ത്തുപാടങ്ങൾ മലയാളിക്ക് ഓർമ്മയിൽ മാത്രമായി തീരാൻ ഇനി അധിക നാളുണ്ടാവില്ല. ഓണമുണ്ണാൻ മറുനാടിന്റെ കരുണ തേടുന്ന മലയാളിക്ക് പൊന്നുവിളയുന്ന മണ്ണിന്റെ അവസാന തരിയും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. മലയാളത്തിനത് 1191 ആണ്ടുപിറപ്പാണ്. കർഷകർ ശേഷിക്കുന്ന മണ്ണിൽ ആശയും ആശങ്കയും വിതച്ച് കാത്തിരിക്കുന്നു. പാടത്തും ചെളിയിലും ആവേശത്തോടെ തൂമ്പെടുത്തിറങ്ങുന്ന ഒരു പുതുതലമുറയുടെ വരവിനായി. കാറിൽ കടത്താൻ ശ്രമിച്ച വൻ സ്ഫോടക വസ്തു ശേഖരം പോലീസ് പിടികൂടി. മുക്കം PC ജംഗ്ഷനിൽ തിങ്കളാഴ്ച രാവിലെ വാഹന പരിശോധനയ്ക്കിടെയാണ് വെടിമരുന്ന്, ജെലാറ്റിൻ സ്റ്റിക്ക്, തിരി എന്നിവ പിടികൂടിയത്. 2 പേരെ കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് മുക്കത്താട് 450 കിലോഗ്രാം വെടിമരുന്ന്, 400 ജെലാറ്റിൻ സ്റ്റിക്ക്, 700 മീറ്റർ ഫ്യൂസ് വയർ, 15 പെട്ടി തിരി എന്നിവ പിടികൂടിയത്. മുക്കം PC ജംഗ്ഷനിൽ രാവിലെ നടന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് KL 25C 9556 നമ്പർ ടൊയോട്ട കാറിൽ നിന്നും വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയത്. 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പിടിയിലായവർ പറഞ്ഞു. കൊടുവള്ളി സ്വദേശി ഡ്രൈവർ മെഹബൂബ്, മുക്കം സ്വദേശി ഹാരിസ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലായത്. 10 വർഷമായി ഇവർ ഈ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. മുക്കം കൊടുവള്ളി പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. കോറിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന സ്ഫോടക വസ്തുക്കളാണ് ഇതെന്നാണ് സൂചനയുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ബില്ലുകളും കരാറുകളും കർഷകരെ ദ്രോഹിക്കുന്നതാണെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം KT കുഞ്ഞിക്കണ്ണൻ. കർഷക സംഘം നേതൃത്വത്തിൽ വടകരയിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷക ദിനത്തിൽ കേന്ദ്ര കേരള സർക്കാരുകളുടെ കർഷക വിരുദ്ധ നടപടികൾക്കെതിരെ ധർണയുമായി കർഷക സംഘം രംഗത്ത്. കർഷക സംഘം വടകര താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വടകര കൃഷിഭവന് മുൻപിൽ ധർണ നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ കരാറുകളും ബില്ലുകളും കർഷകരെ ദ്രോഹിക്കുന്നതാണെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. മണ്ണിന്റെ മക്കളായ, മണ്ണിൽ പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യരെ, ഈ നാടിനാവശ്യമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യരെ, ഈ നാടിനാവശ്യമായ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യരെ അവരുടെ അനുവാദമില്ലാതെ തന്നെ അവരുടെ പരമ്പരാഗതമായ ആവാസ മേഖലകളിൽ നിന്ന്, അവർ താമസിക്കുന്ന കൃഷിയിടങ്ങളിൽ നിന്ന് അവരെ കൂട്ടത്തോടെ കുടിയിറക്കാൻ കഴിയുന്ന ഭൂമി ഏറ്റെടുക്കൽ നിയമ ഭേദഗതി ഇന്ത്യയുടെ ലോകസഭയിൽ അവതരിപ്പിച്ച് BJPക്ക് ഭൂരിപക്ഷമുള്ള ആ ലോകസഭ അത് പാസാക്കി കഴിഞ്ഞിരിക്കുകയാണ്.
കെ ബാലകൃഷ്ണൻ, മാണിക്കോത്ത് രാഘവൻ, കെ ബാലകൃഷ്ണൻ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ചിങ്ങം പിറന്നതോടെ കോഴിക്കോട്ടെ പായസ വിപണിയും സജീവമായി. KTDCയിൽ രുചിവൈവിധ്യവുമായാണ് പായസം ഒരുക്കിയിരിക്കുന്നത്. മേള തിരുവോണം വരെ തുടരും. ഓണത്തോടനുബന്ധിച്ച് KTDCയിൽ വർഷം തോറും സംഘടിപ്പിക്കാറുള്ള പായസമേള ആരംഭിച്ചു. ചിങ്ങം 1-ന് ആരംഭിച്ച മേള തിരുവോണ നാളായ ഓഗസ്റ്റ് 28-ന് അവസാനിക്കും. ചലച്ചിത്ര താരം അലീന മോഹൻ ഉദ്ഘാടനം ചെയ്തു. KTDC ഡയറക്ടർ CVM വാണിമേൽ അധ്യക്ഷനായിരുന്നു. പ്രദീപം മുഖ്യ പത്രാധിപർ AV പ്രകാശ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ ബരദൂരിനെ ആദ്യ വിൽപ്പന നടത്തി. കൌൺസിലർ P കിഷൻചന്ദ്, CDA ചെയർമാൻ NC അബൂബക്കർ, മലബാർ മെൻഷൻ മാനേജർ KK ഷാജി, ധർമ്മപാലൻ എന്നിവർ സംസാരിച്ചു. പാലട, പരിപ്പ് പായസം, പൈനാപ്പിൾ പായസം, അമ്പലപ്പുഴ സ്പെഷ്യൽ പായസം, പഴം പായസം, അടപ്രഥമൻ, മാമ്പഴ പായസം എന്നീ പായസങ്ങൾ കൂടാതെ ഇത്തവണ ചക്കപ്രഥമനുമുണ്ട്. പായസം അഡ്വാൻസ് ബുക്കിംഗിന് 0495 2721 593 940000 8545 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് KTDC മാനേജർ KK ഷാജി അറിയിച്ചു. ചുമട്ടുതൊഴിലാളികളുടെ പെൻഷനും ക്ഷേമ പദ്ധതികളും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ മാർച്ച് നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി PT രാജൻ ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളികളുടെ പെൻഷനും ക്ഷേമ പദ്ധതികളും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ തൊഴിലാളികൾ ചെറുട്ടി റോഡിലെ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോഴിക്കോട് ലിങ്ക് റോഡിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി PT രാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി നടത്തിയുള്ള ചർച്ചയുടെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനു വേണ്ടി ഇതുവരെ ഒരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ബോർഡ് ഓഫീസുകളിലേക്കുള്ള മാർച്ച് നടക്കുന്നത്. A കുഞ്ഞിരാമൻ അധ്യക്ഷനായിരുന്നു. ആലിക്കോയ, നാസർ, സിദ്ധാർത്ഥൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 80,000-ഓളം തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ ഗണേശോത്സവ പരിപാടികൾക്ക് തുടക്കം. ശിവസേന ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കല്ലിട്ടനടയിലാണ് പ്രധാന പരിപാടികൾ നടക്കുന്നത്. ശ്രീ ഗണേശോത്സവ ട്രസ്റ്റിന്റെയും ശിവസേനയുടെയും നേതൃത്വത്തിൽ നടത്തിവരാറുള്ള ഈ വർഷത്തെ ഗണേശോത്സവ പരിപാടികൾക്ക് തുടക്കമായി. മിനി ബൈപ്പാസിൽ കല്ലിട്ടനടയിൽ ഗണേശ വിഗ്രഹങ്ങളുടെ മിഴിതുറക്കൽ നടന്നതോടെയാണ് 8 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. മിഴിതുറക്കൽ ചടങ്ങ് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ശ്രേഷ്ഠാചാര സഭാ വക്താവ് വാസന്തി വിശ്വനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. K തുളസിദാസ്, M ബാലസുബ്രഹ്മണ്യൻ, K ഷാജി രാഘവ പണിക്കർ, സൂരജ് കാവിൽക്കോട്ട എന്നിവർ സംസാരിച്ചു. വിനായക ചതുർത്ഥി ദിവസമായ 18-ന് വൈകിട്ട് ഗണേശ നാമാവലി അർച്ചനയുണ്ടായിരിക്കും. 22-ന് രാവിലെ 10:30 മുതൽ കുട്ടികൾക്കുള്ള ചിത്രരചന മത്സരം നടക്കും. 23-ന് ശ്രീ കാർത്യായനി ദേവി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഗണേശ വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നടക്കും. തുടർന്ന് വൈകിട്ട് 7 മണിക്ക് കടപ്പുറത്ത് വിഗ്രഹ നിമഞ്ജനം നടക്കും. വൈകിട്ട് 3 മണിക്ക് സാംസ്കാരിക സമ്മേളനം നോവലിസ്റ്റ് P വത്സല ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഭാഗമായി 8 ദിവസവും അന്നദാനവും നടക്കുന്നുണ്ട്. വാർത്തകളിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. പറ അച്ഛാ, എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. 3G മൊബൈൽ വേൾഡിന്റെ ഏറ്റവും പുതിയ ഷോറൂമുകൾ 19-ാം തീയതി രാവിലെ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. രാവിലെ 10 മണിക്ക് കോട്ടയ്ക്കലും 12-ന് മലപ്പുറത്തും വൈകിട്ട് 3 മണിക്ക് പെരിന്തൽമണ്ണയിലും ഞാൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ നമ്പർ 1 മൾട്ടി ബ്രാൻഡ് ഷോറൂം 3G മൊബൈൽ വേൾഡ്, പെരിന്തൽമണ്ണ, മലപ്പുറം ആൻഡ് കോട്ടയ്ക്കൽ. മലബാറിന്റെ ആഘോഷങ്ങൾ ഞങ്ങളെക്കാൾ മറ്റാർക്കറിയാം. സിൽക്കി വെഡിങ്സ്, സ്വപ്നനഗരി, കോഴിക്കോട്.
ഖാദി ഓണമേള 2015 ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. ഖാദി സിൽക്ക് കോട്ടൺ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം, കൂടാതെ ഖാദി തുണിത്തരങ്ങളുടെയും ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളുടെയും നിരവധി സ്റ്റാളുകൾ. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. ഒന്നാം സമ്മാനം 25 പവൻ സ്വർണം, രണ്ടാം സമ്മാനം സ്കൂട്ടർ 2 പേർക്ക്, മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ 14 പേർക്ക്. ഖാദി ഗ്രാമോദ്യോഗം പോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. ഭാരതീയ മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം പുതിയറ എസ്.കെ. പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വേണുഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം പുതിയറ എസ്.കെ. പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രത്തിലാണ് നടന്നത്. BMSRA സംസ്ഥാന സെക്രട്ടറി വേണുഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഷാജഹാൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി ശരവണകുമാർ ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ ജെറിൻ രാജ് സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ചടങ്ങിൽ നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുമിത് പാലാട്ട്, സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേഷ് കുമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. നാട്ടിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഒരു കൂട്ടം വനിതകൾ. കോഴിക്കോട് ചാത്തമംഗലം പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകരാണ് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. സ്വന്തമായി ഒരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തന്നെ ഇതിനായി ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ച് കുടുംബശ്രീ നടത്തുന്ന മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾക്ക് നാം സാക്ഷിയായിട്ടുണ്ട്. എന്നാൽ ഒരു നാടിന്റെ തന്നെ ശാക്തീകരണത്തിനാണ് കോഴിക്കോട് ചാത്തമംഗലം പഞ്ചായത്തിലെ കുടുംബശ്രീ കൂട്ടായ്മ നേതൃത്വം നൽകുന്നത്. കാർഷിക മേഖലയായ ചാത്തമംഗലത്തെ തൊഴിലില്ലായ്മ രൂക്ഷമാണെന്ന തിരിച്ചറിവാണ് പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റിനെ ഇത്തരമൊരു പ്രവർത്തനത്തിലേക്ക് നയിച്ചത്. തൊഴിലില്ലായ്മ പരിഹരിക്കാനായി ഇന്റേണൽ ജോബ് റിക്രൂട്ട്മെന്റ് എന്ന പദ്ധതിക്ക് ഇവർ രൂപം നൽകി. ചെറിയൊരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ രൂപത്തിലാണ് ഇതിന്റെ പ്രവർത്തനം. ആവശ്യമുള്ളവർ CDS ഓഫീസിൽ ചെന്ന് പേര് രജിസ്റ്റർ ചെയ്യണം. അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും താൽപര്യത്തിനുമനുസരിച്ച് കുടുംബശ്രീ ജോലി കണ്ടെത്തി നൽകും. പ്രവർത്തനം തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ തന്നെ 462 പേർക്ക് ജോലി നൽകുവാൻ ഈ വനിതാ കൂട്ടായ്മയ്ക്കായി. കുടുംബശ്രീ പ്രവർത്തകരുടെ കുടുംബങ്ങൾക്ക് മാത്രമായിട്ടായിരുന്നു തുടക്കം. എന്നാൽ പഞ്ചായത്തിലെ ഏതൊരാൾക്കും ഇവരെ സമീപിക്കാനാകും. വനിതകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഇവിടെ പേര് രജിസ്റ്റർ ചെയ്യാം. വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെ താൽക്കാലിക ജോലികളും സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലികളും ഈ പദ്ധതി വഴി നാട്ടുകാർക്ക് ലഭിച്ചു. അങ്ങനെ നിരവധി കുടുംബങ്ങളുടെ അത്താണിയാവാൻ ഈ വനിതകളുടെ കൂട്ടായ്മയ്ക്കായി. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ഓരോ വീട്ടിലും നേരിട്ടെത്തിക്കുകയാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. ഇനി സ്വന്തം വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളവർക്കും ഇവരുടെ സഹായം ലഭ്യമാണ്. ഇവർക്കായി പ്രത്യേക പരിശീലനം കുടുംബശ്രീ നൽകുന്നു. NIT ഗവൺമെന്റ് വനിതാ പോളിടെക്നിക്, KMCT എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയവയുടെ സഹായത്തോടെ ഇത്തരക്കാർക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകും. ജോലി നൽകുന്ന പദ്ധതി കുടുംബശ്രീ ആരംഭിച്ചതോടെ പഞ്ചായത്തിന്റെ തൊഴിൽ മേഖലയിൽ കാതലായ മാറ്റവും വന്നു തുടങ്ങി. പഞ്ചായത്തിൽ മാത്രമല്ല സമീപ സ്ഥലങ്ങളിലെ സ്ഥാപനങ്ങളും വ്യക്തികളുമെല്ലാം ജോലിക്കാർക്കായി ഇപ്പോൾ കുടുംബശ്രീയെയാണ് ആശ്രയിക്കാറ്. ഇവരുടെ ഈ പ്രവർത്തനം മാതൃകയാക്കാൻ ഒരുങ്ങുകയാണ് മറ്റുള്ളവരും. കോഴിക്കോട് ജില്ലാ കുടുംബശ്രീ മിഷൻ ഈ പദ്ധതി ജില്ലയൊട്ടാകെ നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. പരിസ്ഥിതി സംരക്ഷണ കർഷക കൂട്ടായ്മയായ ഗ്രീൻ വ്യൂവിന്റെ നാടൻ ഭക്ഷ്യവിഭവങ്ങളുടെ സ്ഥിരം വിപണന കേന്ദ്രം കോഴിക്കോട് സൌത്ത് ബീച്ചിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. മേയർ AK പ്രേമജം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ഇതിന്റെ പ്രവൃത്തി സമയം. നഗരവാസികൾക്ക് നല്ല ഭക്ഷണം എന്ന ആശയവുമായി 2 വർഷം മുമ്പ് ആരംഭിച്ച ഗ്രീൻ വ്യൂ ജൈവ കൃഷി പരിസ്ഥിതി സംരക്ഷണ കൂട്ടായ്മ നഗരത്തിൽ നാടൻ പച്ചക്കറി, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, നാടൻ വിത്തുകൾ, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികൾ എന്നിവയുടെ സ്ഥിരം വിപണന കേന്ദ്രമാണ് ഇപ്പോൾ സൌത്ത് ബീച്ചിന് സമീപം പ്രവർത്തനം ആരംഭിച്ചത്. നഗരവാസികൾക്ക് ശുദ്ധമായ ഭക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഗ്രീൻ വ്യൂവിന്റെ ജൈവ ഭവനം മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയാണ് ഗ്രീൻ വ്യൂ തങ്ങളുടെ നാടൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും നാടൻ വിത്തുകളുടെയും വിൽപ്പന കേന്ദ്രം തുറന്നിരിക്കുന്നത്. ഫുഡ് കളറുകൾ ചേർക്കാത്ത വിവിധതരം നാടൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, പപ്പായ അച്ചാർ, മാങ്ങ ഇഞ്ചി അച്ചാർ, കൂർക്കൽ അച്ചാർ, ഉണക്കമാങ്ങ അച്ചാർ, ചക്കത്തൊലി അച്ചാർ, ചക്കക്കുരു ചട്നി പൌഡർ, കാന്താരിമുളക് അച്ചാർ, ഫാഷൻ ഫ്രൂട്ട് സ്ക്വാഷ്, ചക്ക വരട്ടി,
ചക്ക ജാം, ചക്ക കൊണ്ടാട്ടം, ചക്ക ചോക്ലേറ്റ്, വിവിധതരം സ്ക്വാഷുകൾ, ജാമുകൾ, ചമ്മന്തിപ്പൊടി, പായസം മിക്സ്, അരി, ചക്ക ഹൽവ തുടങ്ങിയവയും ഇവിടെ ലഭ്യമാണ്. കാർഷിക സർവകലാശാല തയ്യാറാക്കിയ നാടൻ വിത്തുകളുടെ വിൽപ്പനയ്ക്കായുള്ള പ്രത്യേക കൌണ്ടറും ഇവിടെ എല്ലാ ദിവസവും പ്രവർത്തിക്കും. ഇതോടൊപ്പം റെസിഡൻസ് അസോസിയേഷനുകൾ, സഹകരണ ബാങ്കുകൾ തുടങ്ങിയവയ്ക്ക് ആവശ്യമായ വേരുപിടിപ്പിച്ച പച്ചക്കറി തൈകൾ, ഗ്രോ ബാഗിലെ പച്ചക്കറിത്തോട്ട നിർമ്മാണം എന്നിവ ഓർഡർ അനുസരിച്ച് നൽകുമെന്നും ഗ്രീൻ വ്യൂ കൂട്ടായ്മ അറിയിച്ചു. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇതിന്റെ പ്രവൃത്തി സമയം. കർഷക ദിനത്തോടനുബന്ധിച്ച് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കർഷക ദിനാചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വടകര നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. CK നാണു MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ PP രഞ്ജിനി അധ്യക്ഷം വഹിച്ചു. മികച്ച കർഷകരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. തുടർന്ന് ജൈവ പച്ചക്കറി കൃഷി സംബന്ധിച്ച് PM വത്സൻ ക്ലാസ് എടുത്തു. ചടങ്ങിന് MP അഹമ്മദ്, M ലീല, KP ബാലൻ എന്നിവർ നേതൃത്വം നൽകി. 2 മാസം നീണ്ടുനിൽക്കുന്ന തിരുവമ്പാടിയുടെ വ്യാപാരമേളയായ തിരുവമ്പാടി ഫെസ്റ്റിന് തുടക്കമായി. ഒരേ സമയം 400ഓളം സ്ഥാപനങ്ങളിൽ ഉദ്ഘാടനം വ്യത്യസ്ത മേഖലകളിൽ ഉള്ളവർ ചേർന്നാണ് നിർവഹിച്ചത്. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ തിരുവമ്പാടിയിലുണ്ടായ സാമ്പത്തിക മാന്ദ്യവും അതേ തുടർന്നുണ്ടായ കച്ചവട മാന്ദ്യവും മലയോര മേഖലയിലെ ജനങ്ങളെയും വ്യാപാര സമൂഹത്തെയും വളരെ രൂക്ഷമായി ബാധിച്ച സാഹചര്യത്തിലാണ് തിരുവമ്പാടിയിലെ കച്ചവട മാന്ദ്യത്തിന് ഒരു മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവമ്പാടി യൂണിറ്റ് ആരംഭിച്ച വ്യാപാര മഹോത്സവത്തിന് തുടക്കമായത്. തിരു അമ്പാടി ഫെസ്റ്റ് 2015 എന്ന പേരിലാണ് വ്യാപാരോത്സവം നടക്കുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് വ്യാപാരോത്സവം ക്രമീകരിച്ചിരിക്കുന്നത്. സ്ക്രാച്ച് കാർഡിലെ സമ്മാനങ്ങൾ തിരുവമ്പാടിയിലെ തന്നെയുള്ള മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടത്തക്ക വിധമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ സ്ഥാപനത്തിൽ നിന്നും കിട്ടുന്ന കൂപ്പണിൽ അതേ സ്ഥാപനത്തിൽ നിന്നുള്ള സമ്മാനം ഉൾപ്പെടുത്താതെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള സമ്മാനങ്ങളാണ് ലഭിക്കുന്നത്. ഉപഭോക്താവിന് ലഭിക്കുന്ന സമ്മാനത്തെക്കാൾ വ്യത്യസ്തമായ സാധനമാണ് ആവശ്യമുള്ളതെങ്കിൽ സമ്മാനത്തുകയുടെ ബാക്കി കൊടുത്ത് വാങ്ങാവുന്നതാണ്. എല്ലാ കൂപ്പണിലും ഉപഭോക്താക്കൾക്ക് 100% ഉറപ്പോടുകൂടിയ സമ്മാനം ലഭിക്കുന്നു. ഏറെ വ്യത്യസ്തമായ രീതിയിലാണ് തിരു അമ്പാടി ഫെസ്റ്റ് 2015 ഉദ്ഘാടന കർമ്മം അരങ്ങേറിയത്. വ്യാപാര ഭവൻ പരിസരത്ത് അമിട്ടുകളോടുകൂടിയ മാലപ്പടക്കം പൊട്ടിയപ്പോൾ ഏകദേശം 400ഓളം സ്ഥാപനങ്ങളിൽ ഒരേ സമയത്തു തന്നെ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, തിരുവമ്പാടി ഫെറോന വികാരി, വാർഡ് മെമ്പർമാർ, മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിവിധ വ്യക്തികൾ, തിരുവമ്പാടി സബ് ഇൻസ്പെക്ടർ, സർക്കാർ ഉദ്യോഗസ്ഥർ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, ചുമട്ടുതൊഴിലാളികൾ തുടങ്ങി എല്ലാവരും ഒരേ സമയം തിരുവമ്പാടിയിലെ മുഴുവൻ സ്ഥാപനങ്ങളും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചരിത്ര സംഭവമാക്കി മാറ്റി. യൂണിറ്റ് പ്രസിഡന്റ് ജിജി ഇല്ലിക്കൽ, മമ്മൂട്ടി, ബേബി വർഗീസ്, സുജൻ കുമാർ, സണ്ണി തോമസ് എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. കുന്നിടിക്കലിനെതിരെയും വയൽ നികത്തലിനെതിരെയും പരിസ്ഥിതി സംരക്ഷണ ചങ്ങല തീർത്തു. ഒളവണ്ണ പഞ്ചായത്തിലെ കൂഞ്ഞാമൂലയിലാണ് പരിസ്ഥിതി സംരക്ഷണ സമിതി പരിപാടി സംഘടിപ്പിച്ചത്. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ 10-12 വാർഡുകളിൽപ്പെടുന്ന അരിയിൽ മിത്തൽക്കുന്ന് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ പരിസ്ഥിതി സംരക്ഷണ ചങ്ങല തീർത്തു. 16/8/2015 വൈകുന്നേരം 4:30 കൂഞ്ഞാമൂലയിലാണ് നിർമ്മാണ പ്രവൃത്തിയുടെ മറവിൽ 5 ഏക്കറോളം വരുന്ന കുന്ന് ഇടിച്ച് മണ്ണ് കടത്താനുള്ള ശ്രമങ്ങൾക്കെതിരെ നാട്ടുകാർ സംഘടിച്ച് പരിസ്ഥിതി സംരക്ഷണ ചങ്ങല തീർത്തത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, എ പ്രോജക്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സൊസൈറ്റി ഓഫ് കേരളയുടെ ഉടമസ്ഥത സൂചിപ്പിക്കുന്ന ബോർഡാണ് സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. പ്രോജക്ട് സ്ഥലത്തേക്കുള്ള റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോഡ് കണക്കിന് മണ്ണാണ് ഇവിടെ നിന്നും കൊണ്ടുപോയത്. അരിയിൽ മിത്തൽ കുന്നിന്റെ ഒരു ഭാഗത്തു നിന്നും ഏതാണ്ട് 30 അടി താഴ്ചയിൽ മണ്ണ് ഇതിനോടകം നീക്കം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. കുന്ന് പൂർണ്ണമായും ഇല്ലാതാകുന്നത് പ്രദേശത്ത് വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതമുണ്ടാകുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കുന്ന് പൂർണ്ണമായും ഇടിച്ചു നീക്കാനുള്ള ശ്രമം പ്രാദേശിക മണ്ണ് മാഫിയയുടെ ഒത്താശയോടെയാണെന്നും അത് അനുവദിക്കില്ല എന്നും നാട്ടുകാർ പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണ ചങ്ങല ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുഗതൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ഹരികൃഷ്ണൻ തമ്പി മുഖ്യ അതിഥിയായിരുന്നു. മണി KM, N ബിജീഷ്, പുഷ്പലത, ചോലക്കൽ രാജേന്ദ്രൻ, മനോജ് കുമാർ, പ്രസന്നകുമാർ, വി മോഹനൻ തുടങ്ങിയവർ ചങ്ങലയ്ക്ക് നേതൃത്വം നൽകി. ഒരു വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി മാത്രമാകരുത് രാജ്യത്തിന്റെ വികസനമെന്ന് മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷൻ E അഹമ്മദ് MP. ദളിത് ലീഗിന്റെ സംസ്ഥാന വനിതാ സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദലിതരുടെ പുരോഗതിയാണ് രാജ്യത്തിന്റെ പുരോഗതിയെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് E അഹമ്മദ് MP അഭിപ്രായപ്പെട്ടു. ദലിത് ലീഗ് സംസ്ഥാന വനിതാ സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ക്ഷേമം ഒരു വിഭാഗത്തിന്റേത് മാത്രമല്ല, എല്ലാ വിഭാഗവും ഒരുപോലെ ഉയരുമ്പോഴാണ് രാജ്യപുരോഗതി ഉണ്ടാവുന്നത്.
മുസ്ലിങ്ങളോട് സ്വീകരിച്ച അതേ നിലപാട് തന്നെയായിരിക്കും ലീഗ് ദളിതരോടും സ്വീകരിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. ജയന്തി രാജൻ അധ്യക്ഷം വഹിച്ചു. UC രാമൻ, P ബാലൻ, PC രാജൻ, ലൈല വെങ്ങാനൂർ, V വേലായുധൻ, ബാലൻ വയനാട്, NV മോഹൻദാസ്, EP ബാബു, K ഗോപാലകൃഷ്ണ സ്വാമി, രാജൻ ഇടുക്കി, P ബാലകൃഷ്ണൻ മാസ്റ്റർ, മധു കാസർഗോഡ്, PC രാജൻ, അഡ്വക്കേറ്റ് മുരളി കണ്ണൂർ, മഞ്ചേരി വേലായുധൻ, PK രാധാകൃഷ്ണൻ, സോമൻ പുതിയാത്ര, VM സുരേഷ് ബാബു, UP മാധവൻ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഒരിടവേള കൂടി. എന്നാലേ ഞങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് അവിടെയാ. കല്യാൺ സിൽക്സ് ഓണോത്സവം 2015. ദിവസേന നേടൂ സ്കൂട്ടർ, TV, വാഷിംഗ് മെഷീൻ, AC, സ്മാർട്ട് ഫോൺ, ഗിഫ്റ്റ് വോച്ചറുകൾ. ആഴ്ചതോറും നേടൂ കാർ. ബമ്പർ സമ്മാനം 101 പവൻ സ്വർണം. അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓണക്കോടിയോടൊപ്പം 1.5 കോടിയും. കല്യാൺ സിൽക്സ്. I'm not the star. She is. My bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. ചുമട്ടുതൊഴിലാളി യൂണിയൻ AITC കോഴിക്കോട് ജില്ലാ സമ്മേളനം CPI ദേശീയ കൌൺസിൽ അംഗം TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ചുമട്ടുതൊഴിലാളി യൂണിയൻ AITC ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന സമ്മേളനം CPI ദേശീയ കൌൺസിൽ അംഗം TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. അത്രയും സാധ്യതകളുള്ള അനന്ത സാധ്യതകളുള്ള നമ്മുടെ ടെലികോം മേഖല അതെല്ലാം കവർന്നെടുത്ത് പല പല കമ്പനികൾക്കും കൈമാറിയതിന്റെ ഭാഗമായിട്ട് അതിനൊരു നോക്കുകുത്തിയായി മാറിയിരിക്കുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനമായിരുന്നു. AITC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ, ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഭൂപേഷ്, CPI സിറ്റി സൌത്ത് സെക്രട്ടറി MKM കുട്ടി, നോർത്ത് സെക്രട്ടറി PV മാധവൻ എന്നിവർ സംസാരിച്ചു. K ദാമോദരൻ, അബ്ബാസ് മേലാത്ത്, PK നാസർ, CP മോഹനൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസപരവും സാമൂഹികവുമായ വിമലീകരണത്തിന് ഹദീസ് പഠനം ഗൌരവമായി നടക്കേണ്ടത് അനിവാര്യമാണെന്ന് ISM സംസ്ഥാന സമിതി സംഘടിപ്പിച്ച ഹദീസ് സെമിനാർ അഭിപ്രായപ്പെട്ടു. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ കൺവീനർ CP സലീം സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസപരവും സാമൂഹികവുമായ വിമലീകരണത്തിന് ഹദീസ് പഠനം ഗൌരവമായി നടക്കേണ്ടത് അനിവാര്യമാണെന്ന് ISM കോഴിക്കോട് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സംസ്ഥാന ഹദീസ് സെമിനാർ അഭിപ്രായപ്പെട്ടു. വിശുദ്ധ ഖുറാനിനെയും ഹദീസിനെയും ഒരുപോലെ കാണാൻ കഴിയാതെ പോയതാണ് മുസ്ലിം സമൂഹം അസ്തിത്വ പ്രതിസന്ധി നേരിട്ടതിന്റെ അടിസ്ഥാന കാരണം. ISM കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷരീദ് നരിക്കുനി അധ്യക്ഷം വഹിച്ചു. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ കൺവീനർ CP സലീം മുഖ്യപ്രഭാഷണം നടത്തി. ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി K സജ്ജാദ്, UAE ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് കുട്ടമ്പൂർ, ഷബീബ് സലാഹി, അബ്ദുൽ മൌലിക് സലഫി, ഫൈസൽ മൌലവി, ഉമർ അത്തോളി, നജീബ് ചെറുവാടി, അസ്ഹർ ഫറൂഖ്, PC ജംഷീർ, അബ്ദുൽ കബീർ, CV അസിൽ എന്നിവർ സംസാരിച്ചു. ഓണവിശേഷങ്ങൾ. ബേപ്പൂർ ഫുട്ബോൾ അക്കാദമിയും പാരന്റ്സ് കമ്മിറ്റിയും സംയുക്തമായി ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. N ശശിധരൻ അധ്യക്ഷനായ പരിപാടി മുൻ ഇന്ത്യൻ ടീം ഗോൾ കീപ്പർ സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. അക്കാദമിയുടെ കോച്ച് അജിത് കുമാറിന് പാരന്റ്സ് കമ്മിറ്റികളുടെ വക ഉപഹാരം സമർപ്പിച്ചു. ബേപ്പൂർ ഫുട്ബോൾ അക്കാദമി പാരന്റ് കമ്മിറ്റി ചെയർമാൻ PK സാദിഖ്, അക്കാദമിയുടെ മുൻ കോച്ച് KK ബാലകൃഷ്ണൻ, ബേപ്പൂർ ഫുട്ബോൾ അക്കാദമി മുൻ കോച്ചും ഇപ്പോൾ സെപ്റ്റ് സെന്ററിന്റെ പരിശീലനവുമായ സുനിൽകുമാർ, യൂണിറ്റി ക്യാമ്പിന്റെ പരിശീലകൻ OK മൻസൂർ, ടൗൺ ടീം അരക്കണറൻ പ്രസിഡന്റ് റഫീഖ്, നടുവട്ടം ചേനത്ത് സ്കൂൾ PTA പ്രസിഡന്റ് നങ്ങനാടത്ത് അനിൽകുമാർ എന്നിവർ സംബന്ധിച്ചു. റെസിഡൻസ് അസോസിയേഷൻ വാർത്തകൾ. ബേപ്പൂർ കാരാട്ട് റെസിഡൻസ് അസോസിയേഷന്റെ 3ാം വാർഷികവും കുടുംബ സംഗമവും വിവിധ പരിപാടികളോടെ നടന്നു. ബേപ്പൂർ സർക്കിൾ ഇൻസ്പെക്ടർ T സജീവൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ MP പത്മനാഭൻ അധ്യക്ഷനായിരുന്നു. കൺവീനർ TK അബ്ദുൽ ഗഫൂർ, കോർപ്പറേഷൻ കൌൺസിലർമാരായ P ജലജ, T ഹസൻ, ബേപ്പൂർ സബ് ഇൻസ്പെക്ടർ A അജീഷ്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രതിനിധി P വിജയകൃഷ്ണൻ, P രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗാനമേളയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ബിസിനസ് വാർത്തകൾ. ഇന്ത്യയിലെ പ്രമുഖ മൾട്ടി ബ്രാൻഡഡ് സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് ഹൈപ്പർ മാർക്കറ്റായ കോസ്മോ സ്പോർട്സിൽ സൈക്കിൾ സോൺ പ്രവർത്തനം ആരംഭിച്ചു. ലോകോത്തര സൈക്കിൾ ബ്രാൻഡുകളുടെ വൻ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യയിലെ പ്രമുഖ മൾട്ടി ബ്രാൻഡഡ് സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് ഹൈപ്പർ മാർക്കറ്റായ കോസ്മോ സ്പോർട്സിൽ ഫിറ്റ്നസ് എക്യുപ്മെന്റുകൾക്കും എക്സ്ക്ലൂസീവ് സൈക്കിളുകൾക്കുമായി സ്പെഷ്യൽ സോൺ പ്രവർത്തനം ആരംഭിച്ചു.
കോസ്മോസ് സ്പോർട്സ് ബ്രാൻഡ് അംബാസിഡറും സിനിമാ താരവുമായ രാജീവ് പിള്ളയും ഒളിമ്പ്യൻ ദിജു വല്യവീട്ടിലും ചേർന്ന് സൈക്കിൾ സോണിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, KRS ചെയർമാൻ PP കുഞ്ഞുമുഹമ്മദ്, TC1 പ്രോപ്പർട്ടീസ് ചെയർമാൻ TC അഹമ്മദ്, സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി KJ മത്തായി, പ്രസ് ക്ലബ് സെക്രട്ടറി കമാൽ വരദൂർ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ O അഷർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. തിരക്കേറിയ ജീവിതത്തിൽ വ്യായാമത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുക, വീടിനുള്ളിലെ വ്യായാമം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫിറ്റ്നസ് സോണിന് തുടക്കമിട്ടതെന്ന് കോസ്മോസ് ചെയർമാൻ AK നിഷാദ് പറഞ്ഞു. ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ക്വാളിറ്റി ഗുഡ്സ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. യൂണിയൻ ഗുഡ്സ്, അതേമാതിരി തന്നെ നല്ല സർവീസ്. ട്രെഡ്മിൽ, സ്പിൻ ബൈക്ക്, മാഗ്നറ്റിക് ബൈക്ക്, എലിപ്റ്റിക്കൽ ട്രെയിനർ, ഹോം ജിം തുടങ്ങിയ ഇൻഡോർ എക്യുപ്മെന്റ് ബ്രാൻഡുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ലോകത്തിലെ പ്രമുഖ ഫിറ്റ്നസ് ആക്സസറീസ് ബ്രാൻഡുകളായ നൈക്കി, അഡിഡാസ്, റീബോക്ക് തുടങ്ങിയവയുടെ വൈവിധ്യമാർന്ന ആക്സസറികളും ഇവിടെ ലഭ്യമാണ്. ലോകോത്തര സൈക്കിൾ ബ്രാൻഡുകളായ ഫയർഫോക്സ്, ട്രെക്ക്, ജയൻ സ്റ്റാർക്കൻ, ഹീറോ, UT, ആക്സിസ് തുടങ്ങിയവയുടെ വ്യത്യസ്തമായ മോഡലുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യയൊട്ടാകെ വ്യാപിക്കുന്ന മികച്ച സ്പോർട്സ് ഷോറൂം ശൃംഖലയാണ് കോസ്മോസ് സ്പോർട്സ് ലക്ഷ്യമിടുന്നത്. നിലവിൽ കോഴിക്കോട്, കൊച്ചി, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ അത്യാധുനിക ഷോറൂമുകളാണുള്ളത്. തിരുവനന്തപുരം, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിലും ഉടൻ തന്നെ എല്ലാ സൌകര്യങ്ങളോടും കൂടിയ ഷോറൂമുകൾ ആരംഭിക്കുമെന്നും കോസ്മോസ് സ്പോർട്സ് അധികൃതർ അറിയിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ജില്ലാ മാസികയുടെ 5ാമത് ജില്ലാ സാഹിത്യ ട്രസ്റ്റ് പ്രതിഭാ പുരസ്കാരം ഓഗസ്റ്റ് 20 രാവിലെ 10:30 മണിക്ക് കോഴിക്കോട് ടൌൺ ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ കേരള ഗവർണർ റിട്ടയർഡ് ജസ്റ്റിസ് P. സദാശിവം അഡ്വക്കേറ്റ് PS. ശ്രീധരൻപിള്ളയ്ക്ക് സമർപ്പിക്കും. ശ്രീധരൻപിള്ളയുടെ വിളക്കുകാലുകൾ എവിടെ എന്ന ലേഖന സമാഹാരത്തിനാണ് അവാർഡ്. ചടങ്ങിൽ MP വീരേന്ദ്രകുമാർ അധ്യക്ഷത വഹിക്കുമെന്ന് ജില്ലാ എഡിറ്റർ ഇളയടത്ത് വേണുഗോപാൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയപാത ബൈപ്പാസിൽ പടന്നക്കളം ഭാഗത്ത് പ്രവേശന മാർഗം അനുവദിക്കണമെന്ന ആവശ്യത്തിന് യാതൊരു പരിഗണനയും ലഭിച്ചിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ MP ഫൈസൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ പ്രവേശന മാർഗം പ്രാവർത്തികമാക്കുന്നതുവരെ ബൈപ്പാസിന്റെ പ്രവൃത്തി നിർത്തിവെപ്പിക്കുന്നതിന് വേണ്ടി ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച സൂചനാ സമരമായി ജനകീയ ഉപരോധം സംഘടിപ്പിക്കുമെന്നും തലക്കുളത്തൂർ പുളിക്കൂർ ജനകീയ സമരസമിതി കൺവീനർ KP രാജേന്ദ്രൻ, KP അനിൽകുമാർ തുടങ്ങിയവർ പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് നഗരവാസികൾക്ക് ആവശ്യമായ ശുദ്ധമായ പച്ചക്കറികൾ ലഭിക്കാൻ കാലിക്കറ്റ് ടൌൺ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കും കോഴിക്കോട് ജില്ലാ ജൈവ പച്ചക്കറി ഉൽപാദക സമിതിയും അവസരമൊരുക്കുന്നു. കാലിക്കറ്റ് ടൌൺ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ AG റോഡിൽ ടൌൺ ബാങ്ക് ടവറിൽ ആരംഭിക്കുന്ന ജനകീയ ജൈവ പച്ചക്കറി വിപണിയുടെ ജില്ലാതല ഉദ്ഘാടനം ഓഗസ്റ്റ് 18 ചൊവ്വാഴ്ച വൈകുന്നേരം 4:30 മണിക്ക് MLA എളമരം കരീം നിർവഹിക്കും. ജൈവ പച്ചക്കറി കൃഷിരീതി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഈയൊരു ഉദ്യമമെന്ന് KP കുഞ്ഞോമദ്കുട്ടി മാസ്റ്റർ, E. സുനിൽകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവാദരഹിത കേരളം, വികസനോന്മുഖ കേരളമെന്ന മുദ്രാവാക്യമുയർത്തി ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ നേതൃത്വത്തിൽ ബേപ്പൂർ ഉപമേഖല കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. അരക്കണർ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രചരണ ജാഥ ബേപ്പൂർ മേഖലയിൽ പര്യടനം നടത്തി. നിരവധി പ്രവർത്തകർ ജാഥയിൽ കണ്ണികളായി. ജാഥയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. കോൺഗ്രസ് ബേപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പദയാത്ര സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് P. മാധവദാസ് ജാഥ ക്യാപ്റ്റനായിരുന്നു. അരിക്കിനാട്ട് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. റഫീഖ് അഹമ്മദ്, TK അബ്ദുൾ ഗഫൂർ, P. രാജീവൻ, K. പ്രബിനീഷ്, P. ശശിധരൻ, സലീം, VP ബഷീർ, ആദം മുൽസി, രാധാകൃഷ്ണൻ ബേപ്പൂർ എന്നിവർ സംബന്ധിച്ചു. TP അസ്ലഫ് സ്വാഗതം പറഞ്ഞു. AM അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. റോയൽ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. റോയൽ സ്പോർട്സ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് P. അബ്ദുൾ സലീം അധ്യക്ഷനായിരുന്നു. മുൻ സെക്രട്ടറി ആനന്ദൻ, ജോയിന്റ് സെക്രട്ടറി T. ഹരിദാസൻ, സെക്രട്ടറി ബാലഗോപാൽ എന്നിവർ സംബന്ധിച്ചു. യൂണിറ്റി FC ബേപ്പൂർ സ്വാതന്ത്ര്യദിന റാലി സംഘടിപ്പിച്ചു. ഗോപി മാസ്റ്റർ ഫ്ളാഗ് ഓഫ് ചെയ്തു. TP രാമചന്ദ്രൻ, M. നജീബ്, P. ജലജ, UK മൻസൂർ എന്നിവർ നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊന്നിൻ ചിങ്ങം പിറന്നു. ചിങ്ങപ്പിറപ്പിന്റെ പ്രതീക്ഷയിൽ നാടെങ്ങും കർഷക ദിനാചരണ പരിപാടികൾ. കാറിൽ കടത്താൻ ശ്രമിച്ച വൻ സ്ഫോടക വസ്തു ശേഖരവുമായി മുക്കത്ത് 2 പേർ പോലീസ് പിടിയിൽ.
ചുമട്ടുതൊഴിലാളികളുടെ പെൻഷനും ക്ഷേമ പദ്ധതികളും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വം മാർച്ച് നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.